പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്ത് കരാർ ലംഘിച്ച് അദാനി പോർട്ട്. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്ടിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തി. 8 തവണയാണ് കരാർ വ്യവസ്ഥാ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെയാണ് അദാനി പോർട്ടിന് പിഴ ചുമത്തിയിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതും ദിവ്യ എസ് അയ്യരാണ്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകാത്തതിനും സർക്കാർ അനുവദിച്ച പണം ചെലവഴിച്ചതിന്റെ കണക്കുകൾ നൽകാത്തതിനുമാണ് പിഴ ചുമത്തിയത്. പ്രത്യേക ബാങ്ക് അക്കൌണ്ടിൽ നിന്നും മറ്റ് അക്കൌണ്ടിലേക്ക് പണം മാറ്റിയും വ്യവസ്ഥ ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു. റോഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. നമുക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ദിവ്യ സൈര്യ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സ്വാഭാവികമായ മാറ്റമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അദാനിക്കെതിരെ ശക്തമായ നിലപാട് ആ സമയത്ത് തന്നെ, അതായത് അദാനി പോർട്ട് വരുത്തുന്ന വീഴ്ചകൾക്കെതിരെ നിലപാടെടുത്തിരുന്നു ദിവ്യ എസ് അയ്യർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പിഴ പോലും അടപ്പിക്കാൻ ദിവ്യ എസ് അയ്യർ ശ്രമിച്ചിരുന്നു എന്നാണ്. അരുൺകുമാർ, വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം വിഴിഞ്ഞം തുറമുഖത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള അദാനി പോർട്ടിന് അവർ ഈ കരാർ ലംഘിച്ചതിന്റെ പേരിൽ ചുമത്തിയ പിഴയുടെ തുകയാണത് 15 കോടിയോളം വരും എന്നതാണ്. 8 തവണ വിവിധ വിഷയങ്ങളിൽ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയത് MD ആയിരിക്കെ ദിവ്യ എസ് അയ്യരായിരുന്നു. അങ്ങനെ ദിവ്യ എസ് അയ്യരാണ് 8 തവണ നോട്ടീസ് നൽകിയത്. അതിൽ പലതവണയായിട്ടാണ് ഏതാണ്ട് 15 കോടിയോളം രൂപ പിഴ ചുമത്തിയത്. ഈ തുക അടച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാലും ഇതിനൊപ്പം തന്നെ എന്തൊക്കെ കാരണങ്ങളാണ് ഈ വ്യവസ്ഥാ ലംഘനം എന്നത്, അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കൃത്യമായി കരാർ വ്യവസ്ഥ പ്രകാരം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അത് തുറമുഖം കമ്പനിക്ക് നൽകണം. സർക്കാരിന്റെ അധീനതയുള്ള തുറമുഖം കമ്പനിക്ക് വിസിലിന് നൽകണം എന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇവർ സമർപ്പിക്കാറില്ല. അങ്ങനെയാണ് അദാനി പോർട്ടിന് 1 തവണ പിഴ ചുമത്താൻ കാരണം. ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ പോലും പലവട്ടം കാരണം കാണിക്കൽ നോട്ടീസ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ദിവ്യ എസ് അയ്യർ നൽകേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തുറമുഖത്തിന് സർക്കാർ നൽകുന്ന തുകയടക്കം വിനിയോഗിക്കാൻ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്ന തുക ആ അക്കൗണ്ട് വഴി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒരു കരാർ വ്യവസ്ഥ. ആ കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അദാനി പോർട്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതേസമയം തന്നെ ഈ അദാനി പോർട്ട് അവിടെ വരുന്ന റവന്യൂ, ആ വരുമാനത്തിന്റെ സ്രോതസ്, വരുമാനത്തിന്റെ കണക്കുകൾ അത് കൃത്യസമയത്ത് ഹാജരാക്കുന്നതിലും വീഴ്ച വരുത്തുന്നു. ഇതിനൊക്കെ കൃത്യമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമ്പോഴും അതിന് കൃത്യമായ മറുപടി നൽകാൻ അദാനി പോർട്ട് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യർ പിഴ ചുമത്താൻ കാരണമായതും. അങ്ങനെ പല ഘട്ടങ്ങളിലായി സർക്കാരിന്റെ കരാർ, സർക്കാരും അദാനി പോർട്ടും ചേർന്ന് തയ്യാറാക്കിയ കരാറിലെ ഓരോ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടിരുന്നു അദാനി പോർട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ കയ്യോടെ പിടികൂടുന്നു, അതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നു, എന്നിട്ടും തിരുത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പിഴ ചുമത്തുന്നത്. ഇതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് പിഴ ചുമത്തുന്നത്. എന്തുകൊണ്ട് ആ പിഴ അടച്ചില്ല എന്നതുണ്ട്. ഇനി വേണമെങ്കിൽ സർക്കാരിന് പിഴയിൽ ഇളവ് നൽകാനുള്ള അവസരവുമുണ്ട്. ഏതായാലും 2 വർഷത്തിനിടയിൽ മാത്രം സംഭവിച്ചതാണ്. ഏതാണ്ട് 2.5 വർഷക്കാലമാണ് വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി ദിവ്യ എസ് അയ്യർ പ്രവർത്തിച്ചത്. ഏതായാലും നേരത്തെ ഇത് സംബന്ധിച്ച് ആരോപണം ഉയർന്നതാണ്. ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി പോർട്ടിന്റെ അസംതൃപ്തിയാണ് കാരണമെന്ന്. അദാനി പോർട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നിരന്തരം നടപടിയെടുക്കുന്നതുകൊണ്ട്, അവർ വരുത്തുന്ന വീഴ്ചകൾ അത് ചൂണ്ടിക്കാട്ടി അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നതുകൊണ്ട്, കരാർ ലംഘനം ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ടാണ് ദിവ്യ എസ് അയ്യരോട് അദാനി പോർട്ടിന് താല്പര്യമില്ലാത്തത് എന്ന വിമർശനമാണ് ഉയർന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ദിവ്യ എസ് അയ്യർ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോൾ നടത്തിയ ഇത്തരം നടപടികൾ, ഈ കണ്ടെത്തലുകൾ, അത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഓക്കെ, TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഇപ്പോൾ റോഷിപാൽ പുറത്തുവിട്ട ഈ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് പിന്നിൽ ആരുടെ താല്പര്യമായിരുന്നു എന്ന വിവാദം പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിവരം വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ദിവ്യ എസ് അയ്യരെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനി പോർട്ടിന്റെ കൂടി താല്പര്യമനുസരിച്ചാണ്, അഥവാ മനോഹിതം അറിഞ്ഞിട്ടാണ് എന്ന മട്ടിലുള്ള വാദത്തിന് ശക്തി പകരുന്നതല്ലേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? TV പ്രസാദ്.
ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും അത് അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ അദാനി പോർട്ടിന് നിരവധി നിയമലംഘനങ്ങളിൽ നോട്ടീസ് കൊടുത്തിരുന്നു എന്ന വിവരം റിപ്പോർട്ടർ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അരുൺ ഇത്രയേറെ കോടി രൂപയുടെ ഫൈനാണ് ചുമത്തിയത് എന്ന വസ്തുത നമുക്കറിയില്ലായിരുന്നു. ഒരുപാട് നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിയമലംഘനത്തിനാണ് എന്ന വിവരമാണ് നമുക്ക് അറിഞ്ഞിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കൃത്യമായി ആ കണക്കുകൾ പുറത്തേക്ക് വരുന്നു. കോടികളുടെ കണക്കാണ്. അങ്ങനെയെങ്കിൽ അരുൺ, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ആ ദിവ്യയെ മാറ്റുക എന്നുള്ളത് അത് അദാനി കമ്പനിയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. അദാനി കമ്പനിയുടെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദാനിയുടെ താൽപര്യം അത് സർക്കാരിന്റെ കൂടി താൽപര്യമായിരുന്നോ എന്ന പ്രതിപക്ഷ ആരോപണം ബലപ്പെടുത്തുന്നതാണ് ദിവ്യ സയ്യരെ മാറ്റിയത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉറപ്പായും അരുൺ, അങ്ങനെയെങ്കിൽ ഈ ഒരു വിവരം, അതായത് ഇത്രയേറെ കോടി രൂപ ഫൈൻ ചുമത്താൻ അധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥ ഇവരുടെ നിയമലംഘനങ്ങളിൽ മറ്റു നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മാറിയതിനു ശേഷം ഇപ്പോൾ ഓഹരി കൈമാറ്റത്തിന്റെ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമ്പോൾ ദിവ്യ സയ്യരെ പോലെയുള്ള ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യം നടക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണോ ഈ മാറ്റം എന്ന സംശയമാണ് ദുരൂഹമായി ഉയരുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റോഷിപാലും ടി വി പ്രസാദും പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരുടെ താല്പര്യമായിരുന്നു എന്നുള്ളതിന്റെ സൂചനകളാവാം ഒരുപക്ഷെ ഈ വരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ അദാനി പോർട്ടിന് ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ 10-15 കോടി രൂപയോളം പിഴ ചുമത്താൻ വേണ്ടിയിട്ട് ദിവ്യ സയ്യർ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ റോഷിപാൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.